കാനഡയിൽ 4ാം തവണയും അധികാരം നിലനിർത്തി ലിബറൽ പാർട്ടി. മാർക്ക് കാർണി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നാണ് സൂചന. സീറ്റ് നിലനിർത്താൻ കഴിയാത്തതിനെ തുടർന്ന് ഖാലിസ്ഥാൻ അനുകൂല പാർട്ടി NDP മേധാവി രാജിവെച്ചു. ആയിഷത്തുൽ ഷംന ചേർന്നു. ഷംന, നേരത്തെ തന്നെ കാർണി അധികാര തുടർച്ചയിലേക്ക് പാതയിലേക്ക് ആണെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും കൺസർവേറ്റീവ് പാർട്ടിയെ സംബന്ധിച്ചോളം ചെറിയ പ്രതീക്ഷകളൊക്കെ ബാക്കി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏത് തരത്തിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നു എന്നാണ് വിവരം. അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവേ ഫലങ്ങളെല്ലാം കാർണിക്ക് അനുകൂലമായി തന്നെയായിരുന്നു. എങ്കിലും ഈ പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അസ്തമിക്കുന്നു. കാർണി തന്നെ അധികാരത്തിൽ വരുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 172 സീറ്റുകളായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ 140ലും കാർണിയുടെ ലിബറൽ പാർട്ടി നിലയുറപ്പിച്ചു. മറ്റ് 20 സീറ്റുകൾ കൂടി മുന്നിലായി തന്നെ ആദ്യഘട്ടത്തിൽ തുടർന്നിരുന്നു. പിന്നീട് മണിക്കൂറുകൾ പിന്നിട്ടതും കേവല ഭൂരിപക്ഷം തികച്ചുകൊണ്ടാണ് ലിബറൽ പാർട്ടി അധികാരം ഉറപ്പിച്ചത്. എന്തായാലും കാനഡയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പാർട്ടി 4ാം തവണയും തുടർച്ചയായി അധികാരത്തിൽ വരുന്നത്. ഈ അധികാരം നിലനിർത്തിയതിനു ശേഷം മാർക്ക് കാർണി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടി അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. സ്നേഹിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പോരാടാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ ഖലിസ്ഥാൻ വിഘടനവാദി ബന്ധവുമായും ഇന്ത്യയുമായൊക്കെ നേരത്തെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ജനരോഷത്തിന് ഇടയാക്കിയതുമാണ്. ഈ ഖലിസ്ഥാൻ അനുകൂല പാർട്ടിയുടെ മേധാവി ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തോൽവിയെ തുടർന്നാണ് ഇപ്പോൾ രാജി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 4ാം തവണയും ലിബറൽ പാർട്ടി അധികാരം ഉറപ്പിക്കുമ്പോൾ അത് കാർണി തന്നെ ആയിരിക്കാം അടുത്ത പ്രധാനമന്ത്രി എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകളെല്ലാം. കാരണം ഇത് ട്രംപിനെതിരെ കൂടിയുള്ള ഒരു വിജയമായാണ് കനേഡിയൻ ജനത വിലയിരുത്തുന്നത്. കാരണം ട്രംപ് നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. അതായത് കാനഡയെ 51ാമത്തെ US-ന്റെ 51ാമത്തെ സ്ഥാനമാക്കി പ്രഖ്യാപിക്കുമെന്നും വലിയ രീതിയിലുള്ള ഈ കാനഡയ്ക്കെതിരെയുള്ള വിമർശനങ്ങളാണ് ട്രംപ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ട്രംപിനെതിരെയും ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെയും നിലപാടിനെതിരെയും ഒക്കെ ശക്തമായി നിലപാടെടുത്ത ഒരു നേതാവ് കൂടിയാണ് കാർണി. ഇതൊക്കെ ജനസമ്മതിക്ക് ഇടയാക്കിയെന്നും അതുകൊണ്ട് തന്നെ കാർണി തന്നെ അധികാരത്തിൽ വരാമെന്നും ഒക്കെ സർവേ ഫലങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർണിയുടെ വിജയത്തെ അല്ലെങ്കിൽ ലിബറൽ പാർട്ടിയുടെ വിജയത്തെ ട്രംപിനെതിരെ കൂടിയുള്ള ഒരു വിജയമായി തന്നെയാണ് കനേഡിയൻ ജനത ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും കാനഡയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടി 4ാം തവണയും അധികാരമേൽക്കുന്നു. കാർണി അടുത്ത തവണയും പ്രധാനമന്ത്രിയാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപർണ.